അലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സയ്യിദാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം ലോകം മുഴുവനും ഈ നീക്കത്തിനെ എതിർക്കും. അപ്പോൾ ബ്രിട്ടീഷുകാർ ഒന്നും ചെയ്തില്ല. ബ്രിട്ടീഷുകാർ വഹാബികൾക്ക് ആയുധം കൊടുത്തു. വഹാബികൾ മക്കയിലേക്ക് മാർച്ച് നടത്തി, മക്കയെ ഉപരോധിച്ചു. 917 ശേഷം മക്കയിലെ രാജാവ് ബ്രിട്ടീഷിന്റെ ആയുധം, വലിയ പടക്കൂട്ടം, അമേരിക്കയുടെ ആയുധം പിടിച്ചു നിൽക്കാൻ മക്കയിലെ അഹ്ലു ബൈത്തിലെ രാജാവായ ഷരീഫ് ഹുസൈൻ ബിൻ അലിക്ക് കഴിഞ്ഞില്ല. എന്തിനാണ് ഹുസൈൻ ബിൻ അലിയെ എതിർത്തത്? ഹുസൈൻ ബിൻ അലിക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള കാരണം എന്താ? ഒന്നുമല്ല, ഞങ്ങൾ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കുമെന്ന് 917 ഇവർ പറഞ്ഞപ്പോൾ ആകെ പ്രധാനമായി പ്രതികരിച്ച ഒരാൾ ഹുസൈൻ ബിൻ അലിയാണ്. അങ്ങനെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഹുസൈൻ ബിൻ അലിയെ ഇവർ ഉപരോധിച്ചു. അദ്ദേഹം ജീവനം കൊണ്ട് ഓടി നേരെ ജോർദാനിൽ പോയി. ജോർദാനിൽ ഉണ്ടാക്കിയ രാജ്യമാണ് അൽ മംലക്കത്തുൽ ഉർദുനിയത്തുൽ ഹാഷിമിയ്യ. അത് ആ തങ്ങന്മാർ പോയി ഉണ്ടാക്കിയ രാജ്യമാണ്. അത് ഇന്നും 97%, 99% സുന്നികളാണ്, ഷാഫിഈകളാണ്. മുസ്ലിമീങ്ങളുടെ രക്തം അവർ ഹലാലാക്കിയാണ് ഖവാരിജ് പുറപ്പെട്ടത്. അതേ മാർഗത്തിലാണ് വഹാബികൾ എന്ന് അലാ വസാബി തങ്ങൾ പറയുന്നു. ഹിജ്റ 12, 13 നൂറ്റാണ്ടുകളിലായി വഹാബികൾ ചില രാജാക്കന്മാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഹിജാസിലും പരിസരത്തും നരനായാട്ട് നടത്തിയിട്ടുണ്ട്. ആ നരനായാട്ടിൽ ഹിജ്റ 12-ാം നൂറ്റാണ്ടിൽ മാത്രം കൊല ചെയ്യപ്പെട്ടത് 6 ലക്ഷം മുസ്ലിമീങ്ങളെയാണ്. 6 ലക്ഷം മുസ്ലിമീങ്ങളെ ഹിജ്റ 12-ാം നൂറ്റാണ്ടിൽ വഹാബികൾ കൊന്നു. ഹിജ്റ 13-ാം നൂറ്റാണ്ടിൽ ഒരു രാത്രി മാത്രം കർബലയിൽ 10,000 മുസ്ലിമീങ്ങളെ കൊന്നു. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാത്രി മാത്രം 10,000 മുസ്ലിമീങ്ങളെ കൊന്നു. മഹാനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു മഖ്ബറ തകർത്ത് തരിപ്പണാക്കി. ഹിജ്റ 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മക്കയെ ഉപരോധിച്ചു വഹാബികൾ. മക്കക്കാർ ബുദ്ധിമുട്ടി, പട്ടിണിയായി. എന്തിന്? വഹാബികൾ ചരിത്രം പഠിക്കാൻ തയ്യാറുണ്ടോ? 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വഹാബികൾ മക്കയെ ഉപരോധിച്ചത് കാരണം ഭക്ഷണം കിട്ടാതെ പട്ടിയെ അറുത്ത് കഴിക്കേണ്ടി വന്നു മക്കക്കാർ. ഹിജ്റ 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. അവസാനം മക്കയിലെ രാജാവ് ഇവരുമായി നിർബന്ധ സാഹചര്യത്തിൽ ഉടമ്പടിയായി. ഉടമ്പടിക്ക് ശേഷം എന്ത് ചെയ്ത്? മക്കക്കാരെ കൊണ്ട് മുഴുവൻ ഷഹാദത്ത് കലിമ മാറ്റിച്ചൊല്ലിച്ചു വഹാബികൾ. ചരിത്രമല്ലേ ഇത്? എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം? ഇതിനൊരു അടിസ്ഥാനമുണ്ട്. എന്താണ് അടിസ്ഥാനം എന്നാൽ, AD 16-ാം നൂറ്റാണ്ട് കാലം മുതൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തി തുർക്കികളാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ വല്ലാത്തൊരു സാമ്രാജ്യം ലോകത്ത് നിലവിൽ വന്നു. ഉസ്മാനി തുർക്കികളിലൂടെ ലോകം നിയന്ത്രിച്ചത് AD 16-ാം നൂറ്റാണ്ട് മുതൽ തുർക്കികളാണ്. തുർക്കികളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 16, 17, 18, 19 നൂറ്റാണ്ട് വരെ, അതായത് 4 നൂറ്റാണ്ട് ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വലിപ്പമുള്ള ശക്തികളായിരുന്നു മുസ്ലിമീങ്ങൾ. തുർക്കിയെ അടിസ്ഥാനപ്പെടുത്തി. ഇത് നശിപ്പിക്കാൻ എന്താണ് മാർഗം എന്ന് ജൂതന്മാർ ആലോചിച്ചു. ഒരു മാർഗവും അവർക്ക് കിട്ടിയില്ല. അപ്പോഴാണ് അവർ വഹാബിയത്തിനെ കടമെടുത്തത്. വളരെ ചിന്തിക്കണം. ഹംഫറിന്റെ ഡയറി കുറിപ്പുണ്ടല്ലോ. ബ്രിട്ടീഷുകാരനായ പ്രഗത്ഭനായ ചാരനായിരുന്നു ഹംഫർ. ഹംഫറിന്റെ ഡയറി കുറിപ്പ് കേരളത്തിൽ പലതവണ ഞാൻ വായിച്ചിട്ട് ഒരൊറ്റ തവണ പോലും വഹാബി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ അത് ഞങ്ങളോട് ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടില്ല. പറയാൻ അവർക്ക് കഴിയില്ല. സത്യത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിന്നിൽ ഹംഫറായിരുന്നു. ഹംഫർ പറയുന്നത് ആയിരക്കണക്കായ ചാരന്മാർ, അന്ന് ബ്രിട്ടീഷ് ചാരന്മാർ മുസ്ലിം രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് വഹാബിയത്ത് ഉണ്ടാവുന്നത്. വഹാബിയത്തിന്റെ അടിസ്ഥാനം ഈ ജൂതബന്ധമാണ്, അല്ലെങ്കിൽ ജൂതരുമായി കണക്ട് ചെയ്യപ്പെട്ട ചില പ്രത്യേക സാമ്രാജ്യത്തെ താല്പര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആർക്കും ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ജൂതന്മാരെ പ്രധാനപ്പെട്ട സംഘടന ഏതാ? AD 1897 സ്വിറ്റ്സർലൻഡിലെ ബാസിൽ വെച്ചുണ്ടാക്കിയ തിയഡോർ ഉണ്ടാക്കിയതാണ് സിയോണിസം. AD 1897. എന്തായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം? ഈ സംഘടനയുടെ ലക്ഷ്യം മുസ്ലിം രാജ്യത്ത് ജെറൂസലേമിൽ ജൂതന്മാർക്ക് വേണ്ടി ഒരു രാജ്യം ഉണ്ടാവുക. ലോകത്ത് അതുവരെ ജൂതന്മാർക്ക് വേണ്ടി ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. ജൂതന്മാർക്ക് രാജ്യം ഉണ്ടാവുക എന്ന താല്പര്യത്താൽ AD 1897 സിയോണിസം ഉണ്ടാക്കി. മുസ്ലിം ലോകത്തിൽ നിന്ന് അതിനാകെ സിയോണിസത്തോട് കൈകൂർക്കാൻ കിട്ടിയത് വഹാബികളെയാണ്. വഹാബികളെ സിയോണിസത്തിന് ലഭിച്ചപ്പോൾ അവർക്ക് തുർക്കി ഖിലാഫത്തിനെ തകർക്കാനുള്ള എല്ലാവിധ സൗകര്യവുമായി. അങ്ങനെയാണ്
AD 1897 സിയോണിസം ഉണ്ടാക്കി. AD 1914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി. അതായത് കൃത്യമായി പറഞ്ഞാൽ 17-ാം വർഷം സിയോണിസം ഉണ്ടാക്കിയിട്ട് 17-ാം വർഷം ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി. എന്തിന് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്? തുർക്കി ഖിലാഫത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ആരൊക്കെയാണ് സഖ്യകക്ഷികൾ? കേൾക്ക്: അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ, ഫ്രാൻസ്, വഹാബികൾ. ഒന്നാം ലോക മഹായുദ്ധത്തിലെ സഖ്യകക്ഷികൾ. കേന്ദ്രം നിഷേധിക്കുമോ? എന്താണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പഠിച്ചു പോയാൽ പോരല്ലോ. അത് എന്തിനാ ഉണ്ടാക്കിയത്? ആരായിരുന്നു സഖ്യകക്ഷികൾ? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ, ഫ്രാൻസ്, വഹാബികളും. വഹാബികളുമായി യുദ്ധത്തിന്റെ തുടക്കത്തിൽ പേർഷ്യൻ ഉൾക്കടലിലെ ഡാരിൻ ദ്വീപിൽ വെച്ച് പെർസി കോക്കി എന്ന പ്രഗത്ഭനായ നയതന്ത്രത്തിന്റെ നേതൃത്വത്തിൽ കരാർ ഒപ്പിട്ടു. വഹാബികളും ബ്രിട്ടീഷുകാരും തമ്മിൽ കരാർ ഒപ്പിട്ടു. എന്തിന്? തുർക്കി ഖിലാഫത്ത് നശിപ്പിക്കാൻ ഞങ്ങൾ കൂട്ടുനിന്ന് തരാം എന്ന് വഹാബികൾ പറഞ്ഞു. അതിന് പകരമായി വഹാബികൾക്ക് വലിയ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി കൊടുക്കാം എന്ന് ബ്രിട്ടീഷുകാരും സമ്മതിച്ചു. ഡാരിൻ ഉടമ്പടി നെറ്റിൽ നോക്കിയാൽ കിട്ടും. സമസ്ത എഴുതി വെച്ചല്ല നെറ്റിൽ. ആരാ ഡാരിൻ ഉടമ്പടി ഒപ്പിട്ടത്? ഒന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഉടമ്പടിയാണ് ഡാരിൻ ഉടമ്പടി. ബ്രിട്ടീഷുകാരനായ പെർസി കോക്കുമായി വഹാബികൾ നയതന്ത്ര ഉടമ്പടിയിൽ ഏർപ്പെട്ടു. എന്തിന്? തുർക്കി ഖിലാഫത്തിനെ നശിപ്പിക്കാം. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി. നിങ്ങൾ ചിന്തിക്കുക, ഭീകരവാദം ലോകത്ത് ആരാണ് കൊണ്ടുവന്നത്? നെഞ്ചിൽ കൈവച്ച് കേന്ദ്രവും IS-ഉം ചിന്തിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 50 ലക്ഷം മുസ്ലിമീങ്ങളെ തുർക്കിയിൽ ഈ സഖ്യകക്ഷി കൊന്നു. 50 ലക്ഷം. ആരാ സഖ്യകക്ഷികൾ? അമേരിക്ക. ആരാ ഭീകരവാദികൾ? വഹാബികൾ അല്ലാതെ ആരാണ് ഭീകരവാദികൾ? നിങ്ങൾ മറുപടി പറയേ. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി 1914. എന്തിന്? ഇസ്ലാമിക ഖിലാഫത്ത് നശിപ്പിക്കാൻ. ആരാ സഖ്യകക്ഷികൾ? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ, ഫ്രാൻസ്, വഹാബികൾ. അക്കാലം വരെ വഹാബികൾക്ക് ആകെ നജ്ദിൽ ഒരു ചെറിയ രാജ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പുണ്യ റസൂൽ. ഇനി നല്ലപോലെ ആലോചിച്ചോ. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വ യമനിനാ. അപ്പോൾ വകാന റജുലും മിൻ നജ്ദ്, നജ്ദിൽപ്പെട്ട ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അയാൾ എണീറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ് വഫീ നജ്ദിനാ, നബിയെ വഫീ നജ്ദിനാ എന്നും കൂടി പറയേ. ഇല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വ യമനിനാ പിന്നെ പറഞ്ഞു. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അയാൾ എണീറ്റു, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്. വീണ്ടും ഹബീബായ നബി പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വ യമനിനാ. എന്നിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, നജ്ദിനെ പേടിക്കണം. നജ്ദിൽ നിന്നാണ് ആഖിർ സമാനിൽ പിശാചിന്റെ കൊമ്പ് ഉത്ഭവിക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇതിൽ അവസാനത്തെ സംഘം ദജ്ജാലിനെ പിന്തുടരുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹബീബായ മുഹമ്മദ് മുസ്തഫ നജ്ദിൽ ചെറിയ ഒരു രാജ്യമായിരുന്നു വഹാബികൾ. 1914 വരെ. 1917 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഇവർക്കെല്ലാം ലാഭം കിട്ടി. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, എല്ലാവർക്കും ലാഭം കിട്ടി. 1917 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. എന്തിനു വേണ്ടിയാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത്? ഉണ്ടാക്കിയത് 2 കാര്യമാണ്. ഒന്ന്, മുസ്ലിം ഖിലാഫത്തിനെ നശിപ്പിക്കുക. 2, മുസ്ലിം സമുദായത്തിന്റെ രാജ്യങ്ങളുടെ ഹൃദയത്തിൽ ജൂഡന്മാർക്ക് ഒരു രാജ്യം ഉണ്ടാവുക. 1917 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷുകാരനായ ബാൾഫർ ഡിക്ലറേഷൻ നടത്തി, ഞങ്ങൾ ജെറൂസലേമിൽ ഇസ്രായേലിനെ ഒരു ജൂതരാജ്യം ഉണ്ടാക്കും എന്ന്. 1917 ചിന്തിക്കണം, ചരിത്രം പഠിക്കണം. ബാൾഫർ ഡിക്ലറേഷൻ എന്ന പേരിൽ നെറ്റിൽ കിട്ടും. സമസ്തയുടെ പുസ്തകത്തിൽ നോക്കിയിട്ട് സമസ്തയെ കുരങ്ങളിപ്പിക്കണ്ട, നെറ്റിൽ നോക്ക്. എന്താണ് ഈ ബാൾഫർ ഡിക്ലറേഷൻ? ഒരു കാലത്ത് ബ്രിട്ടീഷിന്റെ പ്രധാനമന്ത്രിയും പിന്നീട് ബ്രിട്ടീഷിന്റെ വിദേശകാര്യ മന്ത്രിയുമായിരുന്ന ബാൾഫറാണ് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇത് പുറത്തുവിട്ടത് എന്ന കാരണത്താലാണ് ഈ ഒരു വിളംബരത്തിന് ബാൾഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു അത്ഭുതം കാണണം.
സഖ്യകക്ഷികൾ തുർക്കിയിൽ നിന്ന് കിട്ടിയ രാജ്യങ്ങളെ പകുത്ത് ഇങ്ങനെ ഓരി വെച്ചപ്പോൾ ബ്രിട്ടൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഫലസ്തീനും ജെറുസലേമും മതിയും. ബ്രിട്ടനുമായി ഉടമ്പടിയുണ്ട് 1915 മുതൽ. ആര്? വഹാബിസം. എന്താ ഉടമ്പടി? ഞങ്ങളുടെ സഖ്യകക്ഷികളുമായി ഒരു കാലത്തും നിങ്ങൾ യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യൂല. 1917 ബാൾഫർ ഡിക്ലറേഷൻ വന്നപ്പോൾ മക്കയിലെ ഭരണാധികാരിയായിരുന്നു മഹാനായ ഷരീഫ് ഹുസൈൻ ബിൻ അലി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം സയ്യിദാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം ലോകം മുഴുവനും ഈ നീക്കത്തിനെ എതിർക്കും. അപ്പോൾ ബ്രിട്ടീഷുകാർ ഒന്നും ചെയ്തില്ല. ബ്രിട്ടീഷുകാർ വഹാബികൾക്ക് ആയുധം കൊടുത്തു. വഹാബികൾ മക്കയിലേക്ക് മാർച്ച് നടത്തി, മക്കയെ ഉപരോധിച്ചു. 1917 ശേഷം മക്കയിലെ രാജാവ് ബ്രിട്ടീഷിന്റെ ആയുധം, വലിയ പടക്കൂട്ടം, അമേരിക്കയുടെ ആയുധം പിടിച്ചു നിൽക്കാൻ മക്കയിലെ അഹ്ലുൽ ബൈത്തിന്റെ രാജാവായ ഷരീഫ് ഹുസൈൻ ബിൻ അലിക്ക് കഴിഞ്ഞില്ല. എന്തിനാണ് ഹുസൈൻ ബിൻ അലിയെ എതിർത്തത്? ഹുസൈൻ ബിൻ അലിക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള കാരണം എന്താ? ഒന്നുമല്ല, ഞങ്ങൾ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കുമെന്ന് 1917 ഇവർ പറഞ്ഞപ്പോൾ ആകെ പ്രധാനമായി പ്രതികരിച്ച ഒരാൾ ഹുസൈൻ ബിൻ അലിയാണ്. അങ്ങനെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഹുസൈൻ ബിൻ അലിയെ ഇവർ ഉപരോധിച്ചു. അദ്ദേഹം ജീവനം കൊണ്ട് ഓടി നേരെ ജോർദാനിൽ പോയി. ജോർദാനിൽ ഉണ്ടാക്കിയ രാജ്യമാണ് അൽ മംലക്കത്തുൽ ഉർദുനിയത്തുൽ ഹാഷിമിയ്യ. അത് ആ തങ്ങന്മാർ പോയി ഉണ്ടാക്കിയ രാജ്യമാണ്. അത് ഇന്നും 97%, 99% സുന്നികളാണ്, ഷാഫിഈകളാണ് ജോർദാനിൽ. എന്താ ജോർദാന്റെ ഫുൾ പേര്? അൽ മംലക്കത്തുൽ ഉർദുനിയത്തുൽ ഹാഷിമിയ്യ. എന്താ കാരണം? വഹാബികൾ മക്ക പിടിച്ചടക്കി, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ജൂതന്മാരെ നേരെ ഇസ്രായേലിലേക്ക് വരുത്തി. 1948 ഇസ്രായേൽ ഡിക്ലറേഷൻ ഉണ്ടായി. ഇസ്രായേൽ രാജ്യം നിലവിൽ വന്നു. 1948 ഇസ്രായേൽ പ്രഖ്യാപനം നടന്നു. 1949 മെയ് 15 മുതൽ 9 മാസം മുസ്ലിം ലോകം ജീവൻ കൊടുത്ത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു. തോറ്റുപോയി. എല്ലാ രാജ്യങ്ങളും ആ യുദ്ധത്തിൽ പങ്കെടുത്തു. വഹാബികൾ മാത്രം പങ്കെടുത്തില്ല. എന്തുകൊണ്ട്? എന്തിനത് പറയുന്നു? 1949, 1967, 1973 പ്രധാനപ്പെട്ട ഇസ്രായേലിനെടുത്ത് നടത്തിയ യുദ്ധം 3 ഒന്ന് 1949 മെയ് മാസം മുതൽ. 2 1967 നടന്നിട്ട് 1967 6 ഡേ വാർ. പിന്നെ 1973 യോംപോർക്ക് യുദ്ധം എന്ന ബ്രിട്ടീഷുകാരുടെ ജൂതന്മാരുടെ ആഘോഷത്തോടനുബന്ധിച്ച് അറ്റാക്ക് ചെയ്ത ഒരു യുദ്ധം. പ്രധാനമായ യുദ്ധങ്ങൾ 3 ഈ 3 യുദ്ധങ്ങളിലും പരിസരത്തെ എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ സംഘടനകൾ, എല്ലാ മുസ്ലിം മൂവ്മെന്റ്, അസർ ഷരീഫിലെ പണ്ഡിതന്മാർ വേണ്ട ഒത്താശകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. വഹാബികൾ മാത്രമേ ഇല്ല. 1948 മുതൽ ഇന്ന് വരെ വഹാബികൾ ജൂതന്മാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അത് ഇസ്രായേലും അവരും തമ്മിലുള്ള രഹസ്യമായ അജണ്ടയാണ്. എന്താണ് അതിൽ അടിസ്ഥാനം? ജൂതായിസത്തിന്റെ താല്പര്യം. ഇവരാണ് മുസ്ലിം ലോകത്തെ എല്ലാ കുഴപ്പമുണ്ടാക്കിയത്. ത്വരീഖത്തോ അതല്ല സമസ്തയോ ആരാണ് ലോകത്ത് ഭീകരവാദവും തീവ്രവാദവും കൊണ്ടുവന്നതെന്ന് സോഷ്യൽ മീഡിയ പറയട്ടെ. വിക്കിപീഡിയ തുറന്നു നോക്ക്. അൽ ഖായിദയെ പറ്റി വിക്കിപീഡിയ പറയുന്നത് നോക്കൂ. അൽ ഖായിദ എന്താ? അൽ ഖായിദ ഹിയ അവ്വലു മുനവ്വമത്തിൻ ഇർഹാബിയ്യ അൻശഅഹ അൽ വഹാബിയൂന ബിത്തആവുനി മഅ വകാലത്തിൽ ഇസ്തിഖ്ബാറാത്തിൽ അമേരിക്കിയ അൽ മർകസിയ ലിമുഹാറബത്തി റൂസ്. റഷ്യക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വഹാബികൾ ഉണ്ടാക്കിയ മുസ്ലിം ലോകത്തെ ആദ്യത്തെ ഭീകര സംഘടനയാണ് അൽ ഖായിദ. ആരാ ഉണ്ടാക്കിയത്? വഹാബികൾ. ആരാ ഇത് പറയുന്നത്? സോഷ്യൽ മീഡിയ വ്യക്തമായി പറയുന്നുണ്ട്. ലോകത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. വിക്കിപീഡിയ എടുത്ത് പരിശോധിച്ചു. അൽ ഖായിദ ആരായിരുന്നു അതിന്റെ പിന്നിൽ? ബില്ലാദൻ ആരാ? ബില്ലാദൻ വഹാബിയത്തിന്റെ കളിത്തോഴൻ. ആരാണ് അറബ് വസന്തം ഉണ്ടാക്കിയത്? വഹാബിസവും ജൂതന്മാരും. നശിച്ചതോ? മുസ്ലിം രാജ്യങ്ങൾ.
അസറിലെ പണ്ഡിതന്മാര് വഹാബിസവും ജൂദായിസവും കൂട്ടിച്ചേർന്ന് അറബ് വസന്തം തുണീഷ്യയിലെ, മിസ്രില്, ലിബിയയില് ഇവിടെയൊക്കെ മുസ്ലിം സർക്കാരുകൾക്കെതിരെ അറബ് വസന്തം വന്നപ്പോൾ വഹാബികളെല്ലാം സന്തോഷിച്ചെടുത്ത് ചാടി. ജൂഡന്മാർ വലിയ താല്പര്യപ്പെട്ടു. അതിന്റെ പിന്നിൽ അസർ ഷരീഫിലെ പണ്ഡിതന്മാർ കൃത്യമായി ഫത്വ കൊടുത്തു. ഒരിക്കലും മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ എടുത്തു പുറപ്പെടാൻ പാടില്ല. അവർ നിസ്കാരത്തെ നിഷേധിക്കണം, അല്ലെങ്കിൽ അവർ കുഫ്റിനെ ഇഅ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ അവർക്കെതിരെ രംഗത്ത് വരാൻ പാടില്ല. സുന്നത്ത് പ്രഗൽഭ പണ്ഡിതനായിരുന്ന ശാഫിഈ പണ്ഡിതനായിരുന്ന റമളാനിൽ ബൂട്ടി റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാരത്തിൽ വഹാബികൾ കൊന്നു. 4 കൊല്ലം സിറിയയിൽ നഷ്ടം മുഴുവൻ സുന്നികൾക്ക്. വളരെ ചിന്തിക്കണം. ഇതൊക്കെ പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആർക്കും മനസ്സിലാവും. ആരാ ഇതിന്റെ പിന്നിലെല്ലാം ഉണ്ടായിരുന്നത്? ആരാ മഖ്ബറ തകർത്തത്? ഇവിടെ മഖ്ബറ തകർത്തത് വഹാബികൾ, അവിടെ മഖ്ബറ തകർക്കാൻ തുടങ്ങിയത് വഹാബികൾ. പിന്നെ അൽ-ഖായിദയും IS-ഉം ആര് എന്ന് വെക്കേണ്ട ആവശ്യമല്ല. അൽ-ഖായിദ ചെയ്യുന്ന പണി എന്താ? IS ചെയ്യുന്ന പണി എന്താ? മഖ്ബറ തകർക്കുക. കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ എഴുതിയ പുസ്തകത്തിൽ നാം ധരിക്കുന്നത്, ജബീല പട്ടണത്തിൽ ഒരു ഖബറുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കള്ളപ്രവാചകനായി ചമഞ്ഞു നടന്ന മുസൈലിമത്തുൽ കദ്ദാബിനെ എതിർത്തുകൊണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമരത്തിൽ ഷഹീദായ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെതായിരുന്നു ആ ഖബർ. അമീർ ഉസ്മാനും 600 ഭക്ഷഭടന്മാരും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും കൂടി ഭക്തജനങ്ങളുടെ മുന്നിൽ വെച്ച് ആ ജാറം മണ്ണോട് നിരപ്പാക്കി. ആരുടെ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ യുദ്ധം ചെയ്ത് ഷഹീദായ പ്രഗൽഭനായ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അടിച്ച് നിരപ്പാക്കി. ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും 600 അശ്വഭടന്മാരും. കോഴിക്കോട് മുജാഹിദ് സെന്റർ 1997 പ്രസിദ്ധീകരിച്ച പുസ്തകം, ഈ പേജ് 17, എഴുതിയത് കുഞ്ഞു മുഹമ്മദ് പറമ്പൂര്. ചിന്തിക്ക്, ഇവിടെ ആരാ മഖ്ബറ പൊളിച്ചത്? നാട് കാണിയിലെ മഖ്ബറ പൊളിച്ചതിനെ പറ്റി ഇമ്മണി വലിയ ഒരു മുജാഹിദിന്റെ വിളപ്പരമുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞങ്ങളെന്നെ വിളിച്ചത് മുജാഹിദുകൾ ഇന്നും വിളിക്കും. പറയാ വെള്ളരിക്കപ്പെട്ടവർക്ക് പറയുമ്പോൾ പറയാ ഞങ്ങളെ വിളിച്ച് ഇന്നും വിളിക്കും. IS എന്താ ലോകത്ത് ചെയ്തത്? മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖ്ബറ വരെ പൊളിക്കാൻ പോയി. കണ്ട മഖ്ബറ മുഴുവൻ പൊളിച്ചു. ആരാണ് ഇവര്? ആരാ IS? ഈ കഴിഞ്ഞ ആഴ്ച ബ്രിട്ടീഷുകാരുടെ രഹസ്യാന്വേഷണ ഏജന്റുകൾ പ്രസിദ്ധീകരിച്ച പുറത്തുവിട്ട ഒരു കാര്യം ലോകമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്താ പ്രസിദ്ധീകരിച്ചത്? ലോകം നടക്കുന്ന എല്ലാ ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും പിന്നിൽ വഹാബികളാണ്. നമ്മുടെ നാട്ടിലെ പത്രങ്ങളടക്കം കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ചു. വളരെ ചിന്തിച്ച് ആരാ ഇതിന്റെ പിന്നിൽ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകും. ആ വിഭാഗം മുസ്ലിം ലോകത്തെ തകർത്ത് തരിപ്പണമാക്കും. മുസ്ലിം ലോകത്തിന് അത് തലവേദനയായിത്തീരും. അവരുടെ അവസാനത്തെ ആള് ദജ്ജാലിന്റെ കളിപ്പാട്ടമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇതല്ലേ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നതിന് തൊട്ടുടനെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. കയ്യിലുള്ള ഒരു വടി ഉയർത്തിക്കാട്ടിയിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു, നിഷേധിക്കാൻ കഴിയോ വഹാബികൾക്ക്? ഈ വടിയുടെ ഉപകാരം പോലും എനിക്ക് മുഹമ്മദിനെ കൊണ്ടില്ല. ഈ വടി കൊണ്ട് എനിക്ക് ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. മുഹമ്മദ് നബിയെ കുറിച്ച് മുഹമ്മദ് നബിയെ കൊണ്ട് എനിക്ക് ആ ഉപകാരം പോലും ഇല്ല എന്ന് സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രഖ്യാപിച്ചു. സെൽസബീലിൽ ഉമർ മൗലവി എഴുതി. എന്താ എഴുതിയത്? ഞാൻ ബോംബെയിൽ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി. അപ്പോൾ മെഹ്റാബിൽ ഒരു ഭാഗത്ത് അല്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് മുഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ശിർക്കാകുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോന്നു. ആരാ എഴുതിയത്? സാക്ഷാൽ വലിയ മൗലവി. ചിന്തിക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ അടിസ്ഥാനത്തിൽ പോലും അവർക്ക് വിശ്വാസമില്ല. ഹബീബ റസൂൽ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യുജാവിസു തറാഖിയഹും, അത് അവരുടെ തൊണ്ടകുഴിയിലേക്ക് നിന്ന് താഴെ ഇറങ്ങുകയില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഞങ്ങൾ ഇത് ഇനിയും പറയാനുണ്ട്. പിന്നെ പറയാത്തത് ഇന്നത്തെ ഒരു കാലമായത് കൊണ്ടാണ്. ഇതൊന്നുമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്ത അക്രമങ്ങൾ ഭയാനകമാണ്.
ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം തുർക്കിയ ഖിലാഫത്ത് നഷ്ടമാണ്. ആരാ പിന്നിൽ? വഹാബികൾ. ആരാണ് ജൂതന്മാരുമായി ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുള്ളത്? വഹാബികൾ. മുസ്ലിം ലോകത്തെ തകർത്തതാരാ? വഹാബികൾ. ഇവിടെ അമീർ വൈസി പറഞ്ഞല്ലോ, മുസ്തഫ കമാൽ മുസ്തഫ അതാതുർക്കിന്റെ വീക്ഷണമാണ് സത്യത്തിൽ അവർ ലോകത്ത് കൊണ്ടുവന്നത്. ഇസ്ലാമിൽ നിന്ന് പോയി പുറത്തുപോയ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക്, ആ വീക്ഷണമാണ് പല നിലക്കും അവർക്കുള്ളത്. മുസ്ലിം ലോകം നിരാക്ഷേപമായി അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവർ ഒഴിവാക്കി. എന്തിന്? സാക്ഷാൽ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയിട്ടുണ്ട്, പരിശുദ്ധ റൗള കൊള്ളയത്. ഇസ്ലാമിക ചരിത്രം 14 നൂറ്റാണ്ട് പുസ്തകം. വഹാബി ചരിത്രകാരനായ സാക്ഷാൽ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയിട്ടുണ്ട്, വഹാബികൾ പുണ്യ റസൂലിന്റെ റൗള കൊള്ള ചെയ്തു. ഹിജ്റ 13-ാം നൂറ്റാണ്ടിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള കൊള്ള ചെയ്തു. കേരളത്തിലെ വഹാബികൾ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്കെങ്ങാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അധികാരം ലഭിച്ചാൽ ഞങ്ങൾ മദീനയിലെ റൗള തകർത്ത് മണ്ണിനോട് നിരപ്പാക്കും. പിന്നെന്താ ചെയ്യാത്തത്? അതിനൊക്കെ ചില താല്പര്യങ്ങൾ അവരുടെ പിന്നിലുണ്ട്. എല്ലാം കൂടെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതെല്ലാം ഞങ്ങൾക്കറിയുമെന്ന് നിങ്ങൾക്കറിയും. പിന്നെ ഞങ്ങൾ പറയാത്തതെല്ലാം ഇതിൽ പ്രത്യേക കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പരമാവധി വിഷയങ്ങൾ അറിയുമെങ്കിലും സൂക്ഷിച്ച് സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചാണ് ഇന്ന് മുസ്ലിം ലോകം എത്തി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം വഹാബികളാണ്. എല്ലാ കുഴപ്പം അവരുണ്ടാക്കിയത്, എല്ലാ പ്രശ്നം അവരുണ്ടാക്കിയത്. മുസ്ലിം ലോകത്തെ വരി ഉടച്ച മൂലികളെ പോലെ ആക്കിയത് അവരാണ്. ഏത് രംഗത്തും തകർച്ചയും തരിപ്പണവും ആകുന്ന അവസ്ഥ മുസ്ലിം ലോകത്തിന് ഉണ്ടാകാനുള്ള കാരണം മുസ്ലിം ലോകത്തിന് ഖിലാഫത്ത് നഷ്ടപ്പെട്ടു പോയത്. ചോദിക്കാനും പറയാനും ആളില്ലാതെയായി. ആരായിരുന്നു അതിന്റെ പിന്നിൽ? മറ്റല്ല വഹാബിസം. ഞാനത് നിൽക്കുന്നില്ല, കാര്യം വളരെ ഗൗരവമാണ് എന്ന് സാന്ദർഭികമായി അവർ അറിയിക്കുകയാണ്. സ്വലാത്തിന്റെ കാര്യം, 20,000 സ്വലാത്ത് ചെല്ലുന്ന ഒരാള് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ജർമ്മനിയിൽ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മനിയിൽ പോയി അദ്ദേഹത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞു. ICUവിൽ കിടന്നപ്പോൾ വളരെ പ്രയാസപ്പെട്ട് ഈ ഇരിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ICUവിലേക്ക് കയറി വന്നു, തടവി കൊടുത്തു, രോഗം മാറി, പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോന്നു എന്ന് 2013 നടന്ന എൻ്റെ ഒരു പ്രഭാഷണം 2 ആഴ്ചയായിട്ട് മുജാഹിദ് കൊണ്ടുപിടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ബേജാറാവണ്ട. വളരെ അടിസ്ഥാനമുള്ളൊരു പ്രഭാഷണമാണ്, വളരെ അടിസ്ഥാനമുള്ളതാണ്. 100% ഞങ്ങൾക്കത് തെളിയിക്കാൻ കഴിയും. ബേജാറൊന്നാവണ്ട. ഈ ആൾ ഇത് നടന്ന സംഭവമാണ്. വളരെ സ്വാധീനമായ മീഡിയേറ്റർ ഈ അറബിയുടെയും എന്റെയും ഇടയിലുണ്ട്. സന്ദർഭവശാൽ കഴിഞ്ഞ 2016 തുടക്കത്തിൽ ഈ മീഡിയേറ്റർ വഫാത്തായി. വേണമെങ്കിൽ ഇനി അത് കണ്ടെത്തി തെളിയിക്കാൻ കഴിയും. ഇനി പ്രശ്നം എന്താണ്? അങ്ങനത്തെ കാര്യം നടക്കുമോ എന്നാണോ? എങ്കിൽ വഹാബി, നിന്റെ നേതാവായ ഇബ്നു തൈമിയുടെ ശിഷ്യനല്ലേ ഹാഫിദ് ഇബ്നു കസീർ? ഇബ്നു കസീറിന്റെ അൽബിദായ വഹാബികളെ നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കതൊന്ന് എടുത്തു നോക്കിക്കൂടെ? ഈ അൽബിദായിൽ ഇബ്നു കസീർ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇപ്പൊ എന്താ വഹാബികളുടെ പ്രശ്നം? അങ്ങനെ മുത്തുനബി വരുമോ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് വരുമോ, സ്വപ്നത്തിൽ തന്നെ വരുമോ എന്നുള്ള ബേജാറാണ്. കാരണം എന്തുകൊണ്ട്? അവര് ഹബീബായ നബിയെ സ്വപ്നം കാണാറില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായി സ്വപ്നം കാണൂല തന്നെ അവർ പറയുന്നത്. ഔലിയാക്കന്മാരില്ല എന്ന് വഹാബികൾ നിഷേധിക്കാനുള്ള അടിസ്ഥാന കാരണത്തെ പറ്റി ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ പഠിച്ചോനെ ഇവര് വഹാബികൾ ഇങ്ങനെ ഔലിയാക്കളെ നിഷേധിക്കുന്നത്? പിന്നെ എനിക്കതിന്റെ ഉത്തരം കിട്ടി. അവരെ കൂട്ടത്തിൽ ഒരു വലിയ ഇല്ല. അപ്പൊ പിന്നെ മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറഞ്ഞതുപോലെ വലിയ എന്നൊരാൾ ഇല്ല എന്ന് പറയലാണ് അതിന്റെ എളുപ്പം. അപ്പൊ സ്വപ്നത്തിൽ തന്നെ വരാത്ത നബി ഉണർച്ചയിൽ വരുമോ എന്നാണ് വഹാബിയുടെ സംശയം. എങ്കിൽ നിന്റെ നേതാവ് ഇബ്നു തൈമിയുടെ ശിഷ്യൻ ഹാഫിദ് ഇബ്നു കസീർ എഴുതിയിട്ടുള്ള അൽബിദായത്ത് വന്നിഹായ നിങ്ങൾ വഹാബികൾ അച്ചടിച്ച് വിൽക്കുന്നുണ്ട്. അതിൽ മഹാനായ സയ്യിദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിക്കുന്ന ദിവസം നോമ്പ് നോച്ചിട്ടുണ്ട്. ഉമ്മു നൈല ബീവി റളിയല്ലാഹു അൻഹ നോമ്പ് തുറക്കാനായപ്പോ വെള്ളത്തിന് വേണ്ടി പോയി. പക്ഷേ വീട് വളഞ്ഞ ആളുകൾ വെള്ളം കൊണ്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഉമ്മു നൈല ബീവിയെ സമ്മതിച്ചില്ല, അവിടുത്തെ ഭാര്യയെ സമ്മതിച്ചില്ല റളിയല്ലാഹു അൻഹ. ഉമ്മു നൈല ബീവി റളിയല്ലാഹു അൻഹ വീടിന്റെ പുറത്ത് ഉപരോധിക്കപ്പെട്ടു. ശരി, പിന്നെന്താ ഉണ്ടായത്? അൽബിദായ എടുത്തു നോക്ക്. ഹാഫിദ് ഇബ്നു കസീർ എഴുതിയിട്ടുണ്ട്.
എന്നല്ല അതിന്റെ തുടക്കത്തിലെ ഹാഫിദ് ഇബ്നു കസീർ പറയുന്നുണ്ട്, സത്യമായ ഒരു സംഭവം അല്ലാതെ മറ്റൊന്നും ഇതിൽ പറയൂല. ഹാഫിദ് ഇബ്നു കസീർ അതിന്റെ താഴെ എഴുതുന്നു, ഫത്തലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന സഖഫി, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ പൊരയുടെ മോന്തായത്തിലൂടെ അങ്ങനെ വന്നു. ഫഅദിലാ ദൽവാ, ബക്കറ്റ് അങ്ങോട്ട് നീട്ടി. ഫഖാല, ബക്കറ്റ് നിറച്ച് വെള്ളം കൊണ്ട് വന്നത് ആരാ? മുത്തു മുഹമ്മദ് മുസ്തഫ. എന്നാ സംഭവം, ഹബീബാ നബി വഫാത്തായി, സിദ്ദീഖുൽ അക്ബർ വഫാത്തായി, ഉമർ ഇബ്നുൽ ഖത്താബ് വഫാത്തായി, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലം കഴിയാ. അന്നാണ് ലാസ്റ്റ് ദിവസം, ലാസ്റ്റ് വെള്ളം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസാനം കുടിച്ച വെള്ളം. ഫഅദിലാ ദൽവഹു, ഹബീബാ നബി വെള്ളം കൊടുത്തു. അപ്പോൾ ഫഅഖറ, അത് വാങ്ങി. ഫശരിത്തു, ഞാനത് കുടിച്ചു. ഉമ്മുനായില ബീവി കയറി വരുമ്പോ വെള്ളം കുളിച്ചിട്ടുണ്ട്. എവിടുന്നാണ് ബഹുമാനപ്പെട്ടവരെ വെള്ളം കിട്ടിയെന്ന് വെച്ചു. അത്താനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി വന്നു. ബിദൽമിമായിൻ, വെള്ളത്തിന്റെ ബക്കറ്റ് കൊണ്ടാ വന്നത്. ഇങ്ങോട്ട് തന്നു. ഇശ്റബിയ ഉസ്മാൻ, ഉസ്മാനെ കുടിച്ചു എന്ന് പറഞ്ഞു. ഫശരിത്തു, ഞാനത് കുടിച്ചു. ഉമ്മുനായില ബീവി കയറി വരുമ്പോ വെള്ളം കുളിച്ചിട്ടുണ്ട്. എവിടുന്നാണ് ബഹുമാനപ്പെട്ടവരെ വെള്ളം കിട്ടിയെന്ന് വെച്ചു. അത്താനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി വന്നു. ബിദൽമിമായിൻ, വെള്ളത്തിന്റെ ബക്കറ്റ് കൊണ്ടാ വന്നത്. ഇങ്ങോട്ട് തന്നു. ഇശ്റബിയ ഉസ്മാൻ, ഉസ്മാനെ കുടിച്ചു എന്ന് പറഞ്ഞു. ഫശരിത്തു, ഞാൻ കുടിച്ചു. പിന്നെയും പറഞ്ഞു, ഇശ്റബിയ ഉസ്മാൻ, ഉസ്മാനെ കുടിച്ചു. ഞാൻ പിന്നെ കുടിച്ചു. ഞാൻ ചുണ്ടെടുത്തപ്പോ പിന്നെയും പറഞ്ഞു, ഇശ്റബിയ ഉസ്മാൻ, ഞാൻ പിന്നെ കുടിച്ചു. കുടിച്ച് ആ ബക്കറ്റ് മുഴുവനും ഞാനെന്റെ വായുടെയും നെഞ്ചിലൂടെയാണ് കമഴ്ത്തി. നബി എപ്പോഴും കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വഹാബി, നിനക്ക് അന്തല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്ക് അന്തമുണ്ട് എന്ന് മനസ്സിലാക്കി. ഈ റസൂലുള്ളാഹിക്ക് അന്ന് വരാൻ കഴിഞ്ഞിരുന്നു, എന്റെ ഇപ്പൊ അങ്ങനെ വരാൻ കഴിയില്ലെന്നാണോ വിദ്യയായ വഹാബി? അവനാ വിൽക്കുന്ന ബുക്കിനെങ്കിലും ഇടയ്ക്ക് തുറന്നു ചില ആളുകൾക്ക് ഒരു ബേജാറ്, ചില കച്ചവടക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ എന്നോട് ഇന്നലെ നഷ്ടപ്പെടുന്ന കമീൽ മത്സ്യം വിളിക്കുന്നുണ്ട്. ആ സംഭവത്തിന് എന്തെങ്കിലും വിശദീകരണങ്ങൾ കൊടുക്കണമെന്ന് കുറെ കച്ചവടക്കാരും ബന്ധപ്പെട്ടവരെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ? ഞങ്ങൾക്ക് ഇപ്പൊ മുത്തു മുഹമ്മദ് മുസ്തഫ ഖുർആൻ തുറന്നു നോക്കി ചെന്നാൽ ഇന്നും നാട് നന്നാക്കേണ്ടത് ഞാനും ഇവല്ല, മുഹമ്മദ് മുസ്തഫ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. ചരിത്രത്തിൽ എത്ര സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ചരിത്രത്തിൽ എത്ര സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 20,000 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു മഹാനായ മനുഷ്യൻ പുണ്യ റസൂലിന്റെ കൽപ്പന പ്രകാരം പോയി പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ഘട്ടത്തിൽ വന്നു. പലപ്പോഴും വന്നിട്ടുണ്ട്. അജ്മീർ ഷരീഫിലെ ഹബീബായ റസൂൽ പറഞ്ഞയച്ചതാണ് മഹാനായ ഹസൻ സല്ലരി ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി. ഈ അജ്മീറിനെ കുറിച്ച് വഹാബിയുടെ മരണം വരെയുള്ള പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് ഉമർ അവരത് എഴുതിയത് അജ്മീർ പോലെ ശപിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പോകരുത്. അതാണ് നിങ്ങളുടെ വീക്ഷണം. ആ അജ്മീറിലേക്ക് മഹാനായ ഖാജയെ പറഞ്ഞയച്ചത് മുത്തു മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ ലോകത്തെ ഏഴിനകത്ത് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മരിച്ചതിന് ശേഷം കഴിവുള്ള ഒരു മനുഷ്യനെ അറിയില്ല. മനുഷ്യനെ ജീവിച്ചാലും മരിച്ചാലും അവൻ അല്ലാഹുവിന്റെ മുഖറബായ അബ്ദാണ്, അല്ലാഹുവിന്റെ ഖലീഫയാണ് മുഅ്മിനായ മനുഷ്യൻ. അത് ഇന്നും നടക്കും, എന്തും നടക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ നടക്കാത്തൊരു കാര്യമില്ല. വഇന്നഹു ലയഅരിഫുഹു അഹ്ലു സമാഇ കമാ യഅരിഫുഹു അഹ്ലുഹു വഇന്ന മൻസിലത്തൽ മുഅ്മിനി അഅളമു ഇൻദല്ലാഹി ബിമൻസിലത്തിൽ മലക്കിൽ മുഖറബി. മുഖറബായ മലക്കിനേക്കാൾ വലിയ കഴിവാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കഴിവെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.